Welcome to our YouTube channel. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നിന്ന് ഇവിടെ ഹൈ പറഞ്ഞു ഒരു ഉമ്മ കൊടുത്ത എല്ലാവർക്കും അമ്മ കിടന്ന് എല്ലാവർക്കും കൊടുക്കേ. ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ നല്ല വരത്തരച്ച് നല്ല ലഗോൺ കോഴിക്കറിയാണ് കേട്ടോ നമ്മളാക്കുന്നത്. അതിനുവേണ്ടി തന്നെ കുറച്ച് മഞ്ഞൾ പൊടി, ഈ മുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി, ഉപ്പ് പൊടിയൊക്കെ നമ്മൾ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. നമ്മളിതിൽ കൊത്തമ്പാരിപ്പൊടി ആഡ് ചെയ്യുമായിരുന്നേ. അപ്പോൾ നമ്മൾ വയ്ക്കാൻ നോക്കുമ്പോൾ കൊത്തമ്പാരിപ്പൊടി ഇല്ലായിരുന്നു, അപ്പോൾ നമ്മളത് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. എന്നാലും നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു കേട്ടോ. കൊത്തമ്പാരിപ്പൊടിയൊന്നും വേണമെന്നേ ഇല്ല. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ മസാലയൊക്കെ ചേർത്ത് ഇതുപോലെ നല്ല ചേർത്ത് എല്ലാവരും നല്ല കുഴച്ച് വെക്കുക. എന്ന് വെച്ചാൽ ഈ 20 മിനിറ്റ് മുതൽ അല്ലെങ്കിൽ അരമണിക്കൂർ നമുക്കിതുപോലെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നാലും ഇതിലേക്ക് എല്ലാ മസാലയുടെയൊക്കെ ഈ ഒരു ഉപ്പും എല്ലാം നല്ല ചേർത്ത് നല്ലൊരു ഇതായിട്ട് വരും. അപ്പോൾ നമുക്കിത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് തേങ്ങ നമുക്ക് വറുത്ത് എടുക്കാം. അതിൽ കുറച്ച് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഇത്രയാണ് നമ്മൾ വറുക്കാൻ ഉപയോഗിക്കുന്ന തേങ്ങ അത് ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ആഡ് ചെയ്ത് നമുക്ക് വറുത്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. അധികം വറുത്ത് വരണ്ട, ഒരു കുറച്ച് നല്ല ബ്രൗൺ കളറായി വരുന്നവരെ വറുത്തെടുത്താൽ മതി. അധികം വറുത്തെടുത്താൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ നമുക്ക് അധികം വറുത്തെടുക്കണ്ട, കുറച്ചൊരു ബ്രൗൺ ആയിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ച് ചെറുതായിട്ടൊന്ന് ആയി വരുന്നുണ്ട് കേട്ടോ. ഇതായി വരുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടി ആവണം. ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു പാകത്ത് നമുക്കിതുപോലെ ഇങ്ങനെ വറുത്തെടുക്കാം. എന്നിട്ട് ഇത് തണിഞ്ഞു കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കിതിനെ അരച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിയും മസാല ഇതൊക്കെ നമുക്ക് വാട്ടിയെടുക്കാം. ആദ്യം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്കിത് സവാള, ഇപ്പോൾ ഞാനിവിടെ 2 സവാളയാണ് കേട്ടോ ഏകദേശം എടുത്തിട്ടുള്ളത്. സവാള നമുക്ക് വാട്ടിയെടുക്കാം. ഇതിലേക്ക് സവാളയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വാട്ടിക്കഴിഞ്ഞാൽ വേഗം വാടുമെന്നാണ് കേട്ടോ പറയുന്നത്. നമ്മളങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്, അത് സത്യമാണ് കേട്ടോ. വേഗം വാടി വരുന്നത് നമുക്ക് കാണാം. കുറച്ചൊരു ഉപ്പ് നമുക്ക് ആഡ് ചെയ്താലും മതി കേട്ടോ, അപ്പോൾ വേഗം തന്നെ വാടും. അപ്പോൾ ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഉള്ളി ഒന്ന് നല്ല ഒതുങ്ങി വരുന്നവരെ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾ പിന്നെ ചിക്കൻ്റെ കൂടെ ഇട്ടിട്ടല്ല നമ്മൾ ഇത് വെക്കുന്നത്, വേറെ തന്നെ നമ്മൾ ആദ്യം മസാല ഇങ്ങനെ വാട്ടിയെടുക്കുക കേട്ടോ. മസാല മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും തക്കാളിയൊക്കെ ഇങ്ങനെ ആദ്യം തന്നെ നമ്മൾ വാട്ടിയെടുത്തിട്ട് നമ്മൾ ചിക്കൻ വേവിച്ചതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഫീൽ ചെയ്യും. ഉള്ളിയൊന്നും അധികം എടുത്ത് കാണിക്കാണ്ട് നല്ല ഒരു ഗ്രേവി വേറെ തന്നെ ഒരു ഇതായിട്ട് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഉള്ളി വാടുന്ന സമയത്ത് നമുക്ക് ചിക്കനിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്ത് വേവിക്കാൻ വെക്കാം. കാരണം നമ്മൾ ഇതിൽ കുറച്ചധികം വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ലഗോൺ കോഴിയാണ്, ഇതിന് കുറച്ച് വേവ് അധികമായിരിക്കും. അപ്പോൾ ഇതിന് നമ്മളധികം കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അടുപ്പത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 2 തക്കാളി ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലതുപോലെ തക്കാളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം.
ദേ നമ്മൾ തക്കാളി ഇവിടെ ഇതാ നമ്മൾ തക്കാളി ഇവിടെ വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഉള്ളിയും തക്കാളിയും പച്ചമുളക് ഇഞ്ചി എല്ലാം നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതിലേക്ക് ഇതാ ആഡ് ചെയ്ത് കൊടുക്കാം. എന്താ ചിക്കനൊക്കെ നല്ലതുപോലെ തിളക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ആ ഒരു ഉള്ളിയൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുക വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. മറ്റേ ജാതി ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫുള്ള് ഒപ്പരം മിക്സായിട്ട് എടുക്കുമ്പോൾ ഉള്ളിയൊക്കെ അതിൻ്റെ അകത്ത് ഇടുമ്പോൾ അത്രയും ഒരു ടേസ്റ്റ് വരില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വേറെ തന്നെ വാട്ടിയിടുമ്പോൾ നമുക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യേ. ഇപ്പോൾ എന്നിട്ട് നമുക്ക് ഉള്ളിയൊക്കെ അതിലിട്ടിട്ട് നമുക്കത് കുറച്ച് അടിച്ച് വെക്കാം. ഇപ്പം ഞാനിത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്തതാണ്. അതൊക്കെ നമുക്ക് തളിയൊക്കെ വന്നിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് അരവ് ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരവുണ്ടല്ലോ, ആ ഈ അരവ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അരവിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്കൊന്ന് കുറച്ച് ഇതിന് ഒരു തിള വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ച് വെക്കുക കേട്ടോ. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അരവ് എല്ലാ ഭാഗത്തും ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു അടുത്ത തിള വരുന്നവരെ നമുക്ക് അടച്ച് വെക്കാം. നമ്മളിപ്പോൾ ഇതൊക്കെ തിളയൊക്കെ വന്നിട്ട് നമുക്കിതിലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി നമുക്ക് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ടേസ്റ്റിന് നമുക്ക് ഉപ്പ് വരുന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പെപ്പർ ആഡ് ചെയ്തിട്ട് നമ്മൾ എത്രയാണോ എരിവ് ആവശ്യം ടേസ്റ്റ് നോക്കിയിട്ട് നമ്മൾക്ക് പെപ്പറും കൂടി നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മളെ ചിക്കൻ കറി ഏകദേശം ഒന്നിവിടെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ലാസ്റ്റിന് ഒരു വറവും കൂടി കഴിച്ച് ഇടാനുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കൻ കറി ഇവിടെ അടിപൊളി ചിക്കൻ കറി ഏകദേശം നമുക്ക് ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗവെല്ലാം ഓഫ് ചെയ്തിട്ട് ഇതേ മാറ്റി വെക്കാം. നമുക്കിത് വറവ് ആക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യുക. തേങ്ങാക്കൊത്ത് ഒന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കുക. പിന്നെ മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് സവാളയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ചൊരു ബ്രൗൺ കളറായി വരുന്ന കഴിഞ്ഞ് നമുക്ക് ചിക്കനിലേക്ക് ഇത് ഒഴിച്ചെടുക്കുക കേട്ടോ. ഇത് കണ്ടോ നമ്മൾ വറവ് നട്ട് നമ്മളിവിടെ ഇതിന് പറയുക. അപ്പോൾ ഈ ഒരു ഇതാകുമ്പോൾ നമുക്ക് നമുക്കിത് ചിക്കനിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം. നമ്മളങ്ങനെ ലാസ്റ്റ് നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിൽ നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. ഇത് നമുക്ക് എല്ലാവരെയും ഒരേപോലെ ഇങ്ങനെ ഇളക്കിയെടുത്ത് കഴിഞ്ഞ് നമ്മൾ ചിക്കൻ കറി ഇവിടെ നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ഒക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മളെ ചിക്കൻ കറിയുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇവിടെ എന്തായാലും അറിയിക്കുക. അതുപോലെ ഈ ഒരു രീതിയിൽ നിങ്ങൾ കറി വെച്ച് നോക്കണം കേട്ടോ. നല്ല അടിപൊളി കറിയായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ അതുവരെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു ഓൾ.